സമർപ്പിത ജീവിതങ്ങളെ അടുത്ത് നിന്ന് കാണാൻ സഹായിക്കുന്ന ഗ്രീൻ റൂമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ചെമ്പുമുക്കിലെ സ്നേഹനിലയത്തിലാണ്. പ്രിയമുള്ളവരെ, സ്നേഹനിലയം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സന്യാസിനി സമൂഹമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഹാൻഡ്മെയ്ഡ്സ് ഓഫ് ദ സീക്രട്ട് ഹാർട്ട് ഓഫ് ജീസസ്. ഇവരുടെ ശുശ്രൂഷ മേഖല എന്ന് പറയുന്നത് ഭിന്നശേഷിയുള്ള മക്കളുടെ കൂടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം അവരെത്രത്തോളം ത്യാഗവും എത്രത്തോളം സ്നേഹവും നൽകിയാണ് ഈ ഒരു ശുശ്രൂഷ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവരിൽ നിന്ന് തന്നെ കേൾക്കാം. നമ്മോടൊപ്പം 3 സിസ്റ്റേഴ്സ് ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഒരു സിസ്റ്ററിൻ്റെ പാരൻസ് നമ്മോടൊപ്പം ചേരും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരിൽ നിന്ന് തന്നെ കേൾക്കാം. പ്രിയമുള്ളവരെ, സ്നേഹനിലയത്തിലെ വിശേഷങ്ങൾ നമ്മോട് ആദ്യം തന്നെ പങ്കുവയ്ക്കാനായി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് സിസ്റ്റർ ഹണിയാണ്. അപ്പോൾ സിസ്റ്ററിൻ്റെ കൂടുതൽ വിശേഷങ്ങളും സിസ്റ്ററിൻ്റെ നാടും വീട്ടുകാരെ എല്ലാവരെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിചയപ്പെടാം. സിസ്റ്ററെ, എൻ്റെ പേര് സിസ്റ്റർ ഹണി എന്നാണ്. വീട് പിഴല എന്ന് പറയും, ഇവിടെ കുറച്ച് അടുത്താണ്. പിന്നെ ഞങ്ങളുടെ സഭയുടെ പേര് ഹാൻഡ്മെയ്ഡ്സ് ഓഫ് ദ സീക്രട്ട് ഹാർട്ട് ഓഫ് ജീസസ് എന്നാണ്. ഈശോയുടെ തിരുഹൃദയദാസികൾ എന്ന് പറയും. സിസ്റ്ററായിട്ടൊരു 4 വർഷമായി. വീട്ടുകാരെ പറ്റിയൊക്കെ? വീട്ടിൽ ഞാനും എനിക്കൊരു അനിയനാണുള്ളത്, പിന്നെ അപ്പച്ചനും അമ്മച്ചി. ഞാൻ ചേരുന്നതിന് മുമ്പ് ആൽബർട്ട്സിൽ ഡിഗ്രി ചെയ്യായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ ഉടനെ കോൺവെന്റ്. എന്തിലായിരുന്നു ഡിഗ്രി? BSc സുവോളജി ആയിരുന്നു. സിസ്റ്ററെ, ഈ ഒരു കോൺഗ്രിഗേഷനെ പറ്റിയും ഈ ഒരു സ്കൂളിനെ പറ്റിയും നമുക്കൊന്ന് പറഞ്ഞു തരാമോ? 1871 ഈ കോൺഗ്രിഗേഷൻ തുടങ്ങിയത്. ഈശോയുടെ തിരുഹൃദയദാസികൾ എന്ന ഈ സഭ സ്പെയിനിലായിരുന്നു തുടക്കം. അതിൻ്റെ ക്യാരിസം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയുടെ ആരാധന, ഒപ്പം തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ. അങ്ങനെ 1877 നിന്ന് പലയിടങ്ങളിലേക്ക് അത് പടർന്ന് ഇപ്പോൾ 27 രാജ്യങ്ങളിലുണ്ട്. ഇന്ത്യയിലേക്ക് ഇപ്പോൾ എത്തിയിട്ട് 46 വർഷമായി സ്കൂളൊക്കെ തുടങ്ങിയിട്ട്. സ്കൂളിന് 46 വർഷത്തെ പഴക്കമുണ്ട്. ഇത് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു സ്കൂളാണ്. ഇവിടേക്ക് ആദ്യം എത്തിയത് തന്നെ സ്പെയിനിൽ നിന്നുള്ള നമ്മുടെ സിസ്റ്റേഴ്സാണ്, മിഷണറിമാരായിട്ട് എത്തിയത്. അവരുടെ കഠിനാധ്വാനമൊക്കെയാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് ഭാഷ പോലും ഇല്ലാതെ അവർ തുടങ്ങി. പിന്നീട് ലോക്കലായിട്ട് നേറ്റീവായിട്ടുള്ള ടീച്ചേഴ്സിനെയും ഒക്കെ കണ്ടുപിടിച്ച് ഒരുപാട് കുട്ടികളെ ഭാഷ പോലും അറിയാതെ അവർ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ആദ്യം അവർ വന്ന് ചേരുമ്പോഴേക്കും സ്കൂളിൻ്റെ ആദ്യത്തെ സെക്ഷൻ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ വൊക്കേഷണൽ സെക്ഷനായിട്ട് അവർക്ക് ചിലപ്പം ഒരു ജോലി ചെയ്യാൻ, എന്തെങ്കിലും കൈത്തൊഴിൽ ചെയ്യാനുള്ള പ്രാപ്തിയൊക്കെ ആകും ഓരോ ട്രെയിനിങ് ഒക്കെ കഴിയുമ്പോൾ. അപ്പോൾ അതിനുശേഷം അവർ വൊക്കേഷണൽ യൂണിറ്റിലേക്ക് അവർക്ക് മാറും. അങ്ങനെ ഇവിടുത്തെ ട്രെയിനിങ്ങിൻ്റെ നമ്മുടെ ഉദ്ദേശവും ഒരു കുട്ടിയെ ഇങ്ങനെ ഭിന്നശേഷിയുള്ള ഒരു കുട്ടി, അവൻ്റേതായ കഴിവുകളുണ്ട്. അപ്പോൾ അവരെങ്ങനെ സമൂഹത്തിലേക്ക് മുമ്പിലേക്ക് കൊണ്ടുവരാം, അവർക്കാകുന്ന രീതിയിൽ അവർക്കുള്ള കഴിവുകൾ പലപ്പോഴും നമ്മൾ അറിയാറില്ല. നമ്മൾ ഓർക്കും, അങ്ങനെ ഒരു കുട്ടിയാണല്ലോ. പലപ്പോഴും ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഈ കുഞ്ഞുങ്ങളാണ്. അവരുടെ സ്നേഹവും കൂട്ടുകൂടാനുള്ള കഴിവും, പിന്നെ എന്ത് ചെയ്യുമ്പോഴുള്ള ആ ഊർജം, ആത്മാർത്ഥത, ഇതൊക്കെ നമുക്ക് ആർക്കും ഇല്ല. അതെന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തും. സ്നേഹനിലയത്തിൻ്റെ ഏകദേശം ഒരു ഐഡിയ ഇതിനോട് ഞങ്ങൾക്ക് കിട്ടി. സിസ്റ്റർ എങ്ങനെയാണ് ഈ ഒരു ജീവിത രീതിയിലേക്ക് കടന്നു വരുന്നത്? ഏകദേശം ഒരു 8 വർഷമായി ഞാൻ ഈ സഭയിലേക്ക് വന്നിട്ട്. അതിനു മുമ്പ് ഞാൻ ആൽബർട്ട്സിലായിരുന്നു. ആൽബർട്ട്സിൽ ഡിഗ്രി ചെയ്യായിരുന്നു. ഒരു +2 ആ സമയമൊക്കെ ആയപ്പം, അതിനു മുമ്പും ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, മദർ തെരേസയുടെ സഭയിൽ ചേരണം. അതെന്തോ അവരുടെ ജീവിതവും അവർ മറ്റുള്ളവർക്ക് ചെയ്യുന്ന സേവനം, അതൊക്കെയാണ് എന്നെ ആകർഷിച്ചിരുന്നത്. പിന്നീട് വലുതായപ്പോൾ അതൊക്കെ മാറി ഉള്ളിൽ നിന്ന്. അങ്ങനെ പിന്നെ ആ ലൈഫിൽ അങ്ങോട്ട് മുമ്പോട്ട് പോയി. പിന്നെ ഒരു ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവണം. അപ്പോൾ ഉള്ളിൽ നിന്നും ഉണ്ടായിരുന്നു ആ സഭ.
ഡോക്ടറായി സെറ്റിലായി, അപ്പച്ചനും അമ്മച്ചയൊക്കെ ഒന്ന് നോക്കണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളും ഉണ്ടായി. അതൊക്കെ എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഒരു മദർ തെരേസയുടെ സഭയിലൊക്കെ ചേരുള്ളൂ. അതൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻ. ഞാൻ അതുമായിട്ടൊക്കെ മുമ്പേ പോയി അങ്ങനെ മെഡിക്കലിലൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ നോക്കി. 1 വർഷം എൻട്രൻസിന് പോയി. അതൊരിത്തിരി എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അത് എന്നെ കുറേ വിഷമിപ്പിച്ച്. അങ്ങനെ എന്താണ് അങ്ങനെ കുറേ വർക്ക് ചെയ്തായിരുന്നു, കിട്ടിയില്ല. അപ്പോൾ അതിന് മുമ്പേ ഒരിക്കലും ഇങ്ങനെ ആരാധനയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി +2 ഒക്കെ ആയപ്പോഴേക്കുമായിരുന്നത്, എന്തുകൊണ്ട് ഇപ്പോൾ പോന്നൂടാ ആരാധന, അങ്ങനെ എന്തുകൊണ്ട് ഇപ്പോൾ കോൺവെൻറ്റിലേക്ക് പോന്നൂടാ, അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഞാൻ പറഞ്ഞു ഇല്ല, ഇപ്പം എനിക്ക് പഠിക്കണം, ഈ നേരത്തൊന്നും വരാൻ പറ്റില്ല. അങ്ങനെ അതിനെപ്പറ്റി ഞാൻ പിന്നെ മറന്നും പോയി. പിന്നെ അത് എനിക്ക് വലിയൊരു കാര്യമായിട്ട് ഞാൻ അതിനെപ്പറ്റി ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ 1 വർഷം മുഴുവൻ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്ത് കിട്ടിയില്ല, സന്തോഷമായി. പിന്നെ ആകെ കരച്ചിൽ ബഹളം. അവസാനം എനിക്ക് എങ്ങനെയോ ആൽബർട്ട്സിൽ അഡ്മിഷൻ കിട്ടി. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ലാറ്റിൻ കോട്ടയിലാണ് കിട്ടിയത്. അത് അവസാന നിമിഷമാണ് കിട്ടിയത്. അതപ്പോൾ കിട്ടിയപ്പം എനിക്ക് തോന്നി അത് ദൈവം എൻ്റെ കൈ വെച്ച് തന്നതാണ്. അത് വല്ലാത്തൊരു അത്ഭുതമായിരുന്നു എനിക്ക്. അപ്പോൾ അതിനോട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് ഞാൻ ചോദിച്ചതൊക്കെ ദൈവം എനിക്ക് തന്നത്. അതിനർത്ഥം എവിടെയോ ഇരുന്ന് ഞാൻ ചോദിക്കണതൊക്കെ കേൾക്കാൻ ആരുമുണ്ട്. അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് എനിക്ക് കിട്ടാൻ ഒരു വഴിയില്ല. അതെന്നെ പിന്നീട് കോളേജിൽ ജീസസ് യൂത്ത് ഉണ്ടായി. അപ്പോൾ ഇങ്ങനൊരു അനുഭവം ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നി ജീസസ് യൂത്തിൽ പോകണം, എന്താണ് അവിടെ നിന്ന് കാണണം. അങ്ങനെ പോയി. അപ്പോൾ ആദ്യത്തെ മീറ്റിംഗ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അന്ന് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. എന്താണെന്ന് വെച്ചാൽ കുറേ കുട്ടികൾ, യുവാക്കൾ ഈശോനെ പറ്റി എത്രയോ ആധികാരികതയോടെയാണ് സംസാരിക്കുന്നത്. എന്തോരം ഈശോനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് എന്നെ വല്ലാതെ തൊട്ടു. അപ്പം അന്ന് മുതൽ ഞാൻ ഓർത്ത് എനിക്കും ഈ ജീസസ് യൂത്തിൽ എന്നും പോകണം. അങ്ങനെ കോളേജിൽ എന്നും വെള്ളിയാഴ്ചയിൽ ജീസസ് യൂത്ത് ഉണ്ട് ക്ലാസ് കഴിയുമ്പം. അപ്പം ഞാൻ അങ്ങനെ പോകും. കുറേ കൂട്ടുകാരെ കിട്ടി അവിടെ. എന്തും തുറന്ന് പറയാനുള്ള ഒരു സ്ഥലമായിരുന്നു ഞങ്ങളുടെ കൂട്ടായ്മ. അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഒരു ദിവസം ഷെയർ ചെയ്യുമ്പോഴേക്കും പുള്ളി പറഞ്ഞ്, വിശുദ്ധ കുർബാന ഈശോയാണ്, ഈശോ എൻ്റെ നല്ല കൂട്ടുകാരനാണ്, ഈശോ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്, എന്തും എനിക്ക് അവനോട് പറയാം. ഞാനോർത്ത് ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ട്, എന്താണെന്നാവും ഇങ്ങനെയൊക്കെ പറയണത്. പക്ഷെ അതെന്നെ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. ആ പറഞ്ഞ വാക്ക് എന്നെ വിട്ടു പോകണ്ടായില്ല. അതപ്പോൾ അത് എന്തായാലും ഒന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. അങ്ങനെ ഞാൻ അന്ന് എൻ്റെ ഇടവക പള്ളി കയറി. പിന്നെ ആ പോക്ക് എപ്പോഴും ഒരു പതിവായി. എന്നും കോളേജ് കഴിയുമ്പോൾ ആ മുമ്പിൽ കൂടി പോകുമ്പോൾ എനിക്കിങ്ങനെ കയറണം എന്നൊരാഗ്രഹമായി. അങ്ങനെ പിന്നീട് ഡിഗ്രി അവസാനമൊക്കെ ആകുന്നതോടെ ഒരിക്കലും ഒരു ആരാധനക്ക് ഇങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ ആയിരുന്നു ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ പോകണം. എന്നെ അങ്ങനെ ഉള്ളിൽ ദൈവം പറയുന്ന പോലെ, ഇപ്പോൾ വന്നെങ്കിൽ വന്നാൽ മതി, അല്ലെങ്കിൽ വരണ്ട. അപ്പം അതെനിക്ക് ഭയങ്കര വിഷമമായി. വന്നോ അപ്പോൾ ആ നേരത്ത് ആലോചിക്കാൻ ഒരു കൊല്ലമുണ്ട്. അപ്പോൾ കുറച്ച് കരഞ്ഞ് എങ്ങനെ വീട്ടിൽ നിന്ന് പോരും എന്നുള്ള ചിന്തകളുണ്ടായി. അവസാനം തീരുമാനം എടുത്ത് അപ്പം ഞാൻ ആഗ്രഹിച്ച ആ മദർ തെരേസ എന്നുള്ള സ്വപ്നം വേണ്ടെന്നായി. ദൈവം എന്നോട് ചോദിക്കണ വേറെ എന്തോ ആണെന്ന് തോന്നി. അപ്പോൾ എൻ്റെ ഒരു ആൻറ്റി ഉണ്ട് ഈ സഭയിൽ. ആൻറ്റി പറയുമായിരുന്നു, ഇവിടെ വിശുദ്ധ കുർബാനയുണ്ട്, അതിനപ്പുറം ഒന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇവിടെ വരാനും എനിക്ക് ഇഷ്ടമുണ്ടായില്ല. ആൻറ്റി ഉള്ളത് കൊണ്ട് ഇനി ഞാനും എന്തിനാ വന്ന, അങ്ങനെ എപ്പോഴും ഞാൻ ഇവരോട് പറയും, ഞാനിനി ഇവിടെ വരൂല, എവിടെയൊക്കെ പോലും ഇവിടെ വരൂല, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അവസാനം എനിക്ക് തോന്നി ഇവിടെ തന്നെയാണ് ദൈവം എന്നെ വിളിക്കണത്. അങ്ങനെ അവസാനം ഇവിടെ തന്നെ എത്തി. ഡിഗ്രി കഴിഞ്ഞ് ജോയിൻ ചെയ്ത് അന്ന് തൊട്ട് ഇന്ന് വരെ എന്നും ആ വിശുദ്ധ കുർബാനയിലുള്ള ഈശോയാണ് എന്നെ നടത്തുന്നത്. എപ്പോഴും ചില നേരം നമുക്ക് പറ്റാത്ത സമയങ്ങളുണ്ട് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ. പക്ഷെ ഒരിക്കൽ പോലും എനിക്ക് വിഷമിച്ച് മാറേണ്ട വന്നിട്ടില്ല. എന്നൊക്കെ ഞാൻ ആ ആരാധനക്ക് മുമ്പിൽ പോയി ഇരുന്നിട്ടുണ്ട്, അന്നൊക്കെ എനിക്ക് ജീവൻ കിട്ടിയിട്ടുണ്ട്. അന്ന് എന്നോട് ഒരുപാട് സ്നേഹത്തോടെ പറഞ്ഞ ആ കൂട്ടുകാരനെ ഇപ്പോഴും ഞാൻ നന്ദിയോടെ ഓർക്കണം. വിശുദ്ധ കുർബാന ഈശോയാണ്, അത് ശരിയാണ്. ഇത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയായിരുന്നു സിസ്റ്ററിനെ. ഇത് പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന അതായത് കാര്യമായിട്ട് അങ്ങനെ പരിഗണിക്കാതിരുന്ന ഒരു സമയത്ത് നിന്ന് ഇപ്പോൾ അസ്ഥിക്ക് പിടിക്കുന്ന ഒരു ലെവലിലേക്ക് സിസ്റ്ററിനെ ഈശോ ഉയർത്തി. പരിശുദ്ധ കുർബാനയുള്ള സ്നേഹത്തിൽ പിന്നെ +2 കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചപ്പോൾ 1 വർഷം റിപ്പീറ്റ് ചെയ്തു. അതിൽ നിന്ന് അതായത് സേവനമായിരുന്നു അപ്പോഴും മൈൻഡിൽ. അപ്പോൾ ഏറ്റവും അവസാനം ആപ്റ്റായിട്ടുള്ള ഒരു സഭയിൽ കൊണ്ട് ഈശോ തന്നെ ഏറ്റവും അവസാനം എത്തിച്ചു. ഒരു നല്ലൊരു ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു ഈ ഒരു മൊമെൻറ്റ്. അപ്പോൾ വളരെ സന്തോഷം. സിസ്റ്ററെ ബാക്കിയുള്ള സിസ്റ്റേഴ്സിനെ കൂടെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ. തീർച്ചയായും. ഇവിടെ സിസ്റ്റർ ടിൻസി ഉണ്ട്. സിസ്റ്റർ ടിൻസിയാണ് വൊക്കേഷണൽ യൂണിറ്റ് ചുമതല നിർവഹിക്കുന്നത്. സിസ്റ്ററിൻ്റെ പേരൻസും വന്നിട്ടുണ്ട്, അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്. അപ്പോൾ അവരെ കൂടി നിങ്ങൾക്ക് കേൾക്കാം.
സിസ്റ്ററെ ഈശ്വമിശേക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും പേഴ്സായിട്ടെ. ഞങ്ങളോട് ഹണി സിസ്റ്റർ പറഞ്ഞായിരുന്നു അപ്പച്ചനും അമ്മച്ചൊക്കെ ആയിട്ടാണ് സിസ്റ്റർ വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങളെ ഇങ്ങനെ കുടുംബത്തോടൊപ്പം കാണാൻ സാധിച്ചത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. അപ്പോൾ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താം സിസ്റ്റർ. ഓക്കെ, എൻ്റെ പേര് സിസ്റ്റർ ടിൻസി, ഇതെൻ്റെ അപ്പച്ചൻ ജോണി, ഇത് അമ്മച്ചി മേരി. ഓക്കെ, എൻ്റെ വീട് തുണ്ടത്തങ്കടവാണ്, ഉണ്ണിമിഷിയായ പള്ളി. എനിക്കൊരു ചേച്ചിയുണ്ട്, മാരീഡാണ്, ഹസ്ബൻഡും 2 പിള്ളേരും. പിന്നെ എനിക്കൊരു അനിയനുണ്ട്, ഇലക്ട്രീഷ്യൻ വർക്ക് ചെയ്യുന്നു. അവരുടെ പേര് ജോമൻ, ചേച്ചിയുടെ പേര് ബെറ്റ്സി. സിസ്റ്റർ എങ്ങനെയാണ് ഈ ഒരു ദൈവവിളി തിരഞ്ഞെടുത്തത്? എനിക്ക് ചെറുപ്പം മുതലേ എനിക്ക് ഇഷ്ടമായിരുന്നു. എന്നുവെച്ചാൽ എൻ്റെ 2 ആൻറ്റിമാർ, അമ്മച്ചിയുടെ 2 ഇളയ അനിയത്തിമാർ സിസ്റ്റേഴ്സാണ്. ഒന്ന് CTC കോൺഗ്രിഗേഷനിൽ, മറ്റേത് ഹാൻഡ് മെയ്ഡ്സ്. ഞങ്ങളുടെ തന്നെ കോൺഗ്രിഗേഷനാണ് എൻ്റെ ആൻറ്റി. അപ്പോൾ ചെറുപ്പം തൊട്ടേ ഞാൻ കണ്ടിട്ടുണ്ട് ആൻറ്റികൾ ഭയങ്കര കൂട്ടായിരുന്നു അവരോടൊക്കെ. അപ്പോൾ ആൻറ്റി ഓരോരുത്തരായി ഈ ദൈവവിളി തിരിച്ച് അവരന്വേഷിച്ച് അവർ പോകുമ്പോൾ ഒരു ചോദ്യമുണ്ടായിരുന്നു, എന്താണ് ഒരു വ്യത്യാസം ഈ നോർമൽ ലൈഫിൽ നിന്നും റിലീജിയസ് ലൈഫ് തിരഞ്ഞെടുക്കാൻ. ആ ഒരു ക്വസ്റ്റ്യൻ ചെറുപ്പം തുടങ്ങി മനസ്സിലുള്ളത് കൊണ്ട് അത് ഉള്ളി കടന്ന് സ്ലോലി അത് വളർന്നു. പിന്നെ ഒരു ക്യാമ്പുകളിലൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ വിളിയെ അന്വേഷിച്ച്. അങ്ങനെ +2 കഴിഞ്ഞപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തു ഒന്ന് എന്താണ് എൻ്റെ വിളി, അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു റിഫ്ലക്ഷനിലേക്കൂടെ റിസർച്ച് വർക്കൊക്കെ അത്യാവശ്യം ഒന്ന് കഴിഞ്ഞിട്ടാണ് ഈ ഒരു കോൺഗ്രിഗേഷൻ തിരഞ്ഞെടുക്കുന്നതും സിസ്റ്റർ ഇതിലേക്ക് വരുന്നതൊക്കെ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് കേൾക്കേണ്ടത് അപ്പച്ചൻ്റെ അടുത്തുനിന്ന് അമ്മച്ചിയുടെ അടുത്തുനിന്ന് നമുക്ക് അപ്പച്ചൻ്റെ അടുത്ത് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പച്ച, മോളിങ്ങനെ ഒരു സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുമെന്ന് അപ്പച്ചൻ പ്രതീക്ഷിച്ചായിരുന്നോ? ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഫസ്റ്റ് ഇങ്ങനെ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചപ്പോൾ താല്പര്യം കുറവ് എനിക്കുണ്ടായിരുന്നു. മകളെ വിവാഹം കഴിച്ച് കിടക്കണമെന്നായിരുന്നു എൻ്റെ താല്പര്യം. പിന്നീട് ഇത് +2 കഴിഞ്ഞപ്പോഴത്തേക്ക് നിർബന്ധമായിട്ട് മകൾക്ക് കന്യാസ്ത്രീയാവണം എന്നുള്ള ഒരു ധാരണ വന്നപ്പോഴത്തേക്കും ഞാനും വിചാരിച്ച് മകളുടെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ അതുപോലെ നടന്നു പോയിക്കോട്ടെ, എതിരെ നിൽക്കാൻ പോയില്ല. അപ്പച്ച, ഇപ്പോൾ ഒരു സിസ്റ്ററായിട്ട് ഇപ്പോൾ ഇവിടെ നല്ലൊരു രീതിയിൽ ഇവിടെ സഭയ്ക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് ശുശ്രൂഷ സിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതായത് അപ്പച്ചനെ അറിയാം, അത്യാവശ്യം ഭാരപ്പെട്ടൊരു ജോലിയാണ്. അതായത് ഇത്രയും പേരുടെ അടുത്ത് നമുക്കിങ്ങനെ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളണം, അതുപോലെ തന്നെ ഈശോയുടെ സ്നേഹം ബാക്കിയുള്ളവർക്ക് കൊടുക്കണം. അപ്പോൾ അപ്പച്ചന് എങ്ങനെയാണ് സിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അതായത് പ്രാർത്ഥന കൊണ്ട് എങ്ങനെ സിസ്റ്ററിനോട് പ്രത്യേകം പ്രാർത്ഥനയൊക്കെ ഉണ്ടോ? എല്ലാ ദിവസവും പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയോട് ഇവർക്ക് വേണ്ടി ഇതിനും ഇവരെ ആൻറ്റിമാർ സിസ്റ്റർമാർ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതുണ്ട്, അവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സിസ്റ്റേഴ്സിനും വൈദികർക്കും വേണ്ടി ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥനയുണ്ട്. പിന്നെ അതിൽ എൻ്റെ മോളൊരു കന്യാസ്ത്രീ ആയപ്പോഴത്തെ എനിക്ക് തന്നെ ഒരു അഭിമാനമാണ് ഇപ്പോൾ. അപ്പച്ചൻ ആദ്യം പറയുകയുണ്ടേ, അതായത് സിസ്റ്റർ ആവാൻ വിടാനായിട്ട് വലിയ താല്പര്യം ഇല്ലായിരുന്നു തുടക്കത്തിൽ, ആരംഭത്തിൽ. പക്ഷേ ഇപ്പോൾ അപ്പച്ചൻ എത്തി നിൽക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് അപ്പച്ചൻ ഇപ്പോൾ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്. അതായത് എൻ്റെ മകള് ഇങ്ങനെ ഈശോയുടെ ഒരു മണവാട്ടിയാണെന്നുള്ള കാര്യത്തിൽ അപ്പച്ചൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ ഒരു കാരണം എന്താ? ഇതിൻ്റെ പിന്നിൽ പ്രത്യേകിച്ച് കാരണം എന്ന് പറയാനാണ്, മകൾ ഇങ്ങനെ കന്യാസ്ത്രീ ആയപ്പോഴും നാട്ടുകാർക്കും അയൽവക്കക്കാർക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം, അഭിമാനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്കാണ് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മച്ചയ്ക്കാണെങ്കിലും എങ്ങനെയായിരുന്നു ഈ ഒരു ന്യൂസ് കേട്ടത്? അത് ഉൾക്കൊണ്ടത് എങ്ങനെയാണ് ന്യൂസ്? ലൈക്ക് ചെറുപ്പം മുതലേ 3 പേര് ഒരാൾ ദൈവവിളി സ്വീകരിക്കണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിന്നതായിരുന്നു, അതോ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തൊരു ന്യൂസ് ആയിരുന്നോ? പ്രതീക്ഷിക്കാത്ത ന്യൂസാണ്. എൻ്റെ അനിയത്തിമാർ 2 പേര് പോയേക്കണുണ്ട്, ഇനി ഒരാളങ്ങനെ പോകണ്ട എന്നുള്ള ഇതാണ്. പിന്നെ അവൾക്ക് നിർബന്ധമാണ്, എത്ര പഠിപ്പിച്ചു കഴിഞ്ഞാലും ഞാൻ പോകും. നിർബന്ധമായിരുന്നു അങ്ങോട്ട്? പുള്ളിക്കാരത്തേക്ക് ആശയാണ്. അപ്പൊ പിന്നെ പോയിക്കോളാൻ പറഞ്ഞ്. അങ്ങനെ പോണ്ട, ഇവിടെ നിന്നാ മതി, അങ്ങനെ ഒന്നും പറഞ്ഞില്ല? അങ്ങനെയാണെങ്കിൽ പിന്നെ പോട്ടോ, പോരല്ല കൊച്ചുങ്ങളുടെ പ്രായമല്ലേ. കാരണം ഒരു 10, 22, 23 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അത് മതി ഇത് മതി എന്നൊക്കെ തീരുമാനം എടുക്കാൻ പറ്റും. ഇത് 10, 17 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് തീരുമാനം എടുക്കാനായിട്ട് അത്ര ആയെന്ന് എനിക്ക് തോന്നണില്ല. അപ്പൊ ഇപ്പൊ എന്ത് തോന്നുന്നു? ഇപ്പൊ സന്തോഷം തോന്നുന്നുണ്ട്. കൊച്ചിന്റെ ആശ നിറവേറ്റി എന്ന് വിചാരിക്കണ്. അപ്പൊ ബാക്കി വീട്ടിലുള്ളവരുടെ റിയാക്ഷൻ ഒക്കെ എന്താണ്? ചേച്ചിയുടെയും അനിയന്റെ ഒക്കെ? അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് പോണേ പോയിക്കോട്ടെ, വന്നാലും കുഴപ്പമില്ല. അപ്പൊ പ്രാർത്ഥിച്ചൊരുക്കി അങ്ങനെ ഒരു സ്റ്റേജ് കൂടെ? കാരണം കൊച്ചി വീട്ടിലല്ലല്ല, ഓരോ ദേശങ്ങളിലല്ലേ. ഇപ്പൊ അപ്പച്ചനും അമ്മച്ചിയുടെയും കൂടെ ജീവിക്കണതും അവരൊറ്റക്ക് താമസിക്കണതും വ്യത്യാസം ഉണ്ടല്ലോ. അപ്പം അവർക്ക് വേണ്ടിയിട്ടും ഇതേപോലെ വീട് വിട്ടുപോയ പിള്ളേര്, അതായത് പിള്ളേരെന്ന് വെച്ചാല് അച്ഛന്മാർക്കും സിസ്റ്റർമാർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാറുണ്ട്. കാരണം അവരെ നല്ല ഒടേ തമ്പുരാനെ കാത്തോളണേ
എന്ന് പ്രാർത്ഥിക്കും. ആ അമ്മച്ചി, സിസ്റ്റർ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം, അതായത് സിസ്റ്റർ ആവാൻ വേണ്ടി പോയ ശേഷം അവിടെയാണ്. അപ്പോൾ പിന്നെ വീട്ടിലോട്ട് വരുന്നതിൻ്റെ ഒരു കാത്തിരിപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഓർമ്മകളൊക്കെ ആ ഭയങ്കര സന്തോഷമാണ്. കൊച്ചു വരവല്ല. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അവളുടെ ചേച്ചിയും വരും. ആങ്ങളെ കൊച്ചി ഇപ്പം സ്ഥിരമായിട്ട് വീട്ടിലുണ്ട്. നേരത്തെ അവൻ സൗദിയിലായിരുന്നു. അപ്പോഴും അവനൊത്ത അവനും വരും. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും കൂടി മക്കൾ 3 നേരം കൂടി ഒരുമിച്ച് വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ സിസ്റ്റർ വരുമ്പോൾ ഒരു സന്തോഷത്തിൻ്റെ സന്തോഷമാണ്. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ? വീട്ടുകാർ സമ്മതിക്കില്ല പോകണ്ടെന്ന് പറയും, അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? ആ ന്യൂസ് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, എന്നാലും ഒരു ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഡിസിഷൻ, എൻ്റെ തീരുമാനത്തോടെ നിന്ന് പോകാൻ. ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ പോയതാണ്. ഞാൻ പാരൻസ് വിചാരിച്ച് 2 ആഴ്ചത്തോളം ഞാൻ നിൽക്കുള്ളൂ, തിരിച്ച് വരുമെന്ന് പ്രതീക്ഷിച്ചു അവർ. പക്ഷേ ഞാൻ ഒരു കമാൻസിക്കാണ് ഇവിടെ വന്നത് 2 മാസത്തേക്ക്. പക്ഷെ ഞാൻ ഹാപ്പി ആയിരുന്നു. 2 ആഴ്ച കഴിഞ്ഞിട്ടും ഞാൻ തിരിച്ചു പോയില്ല, 2 മാസം. പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഇപ്പോഴും ഞാൻ ഹാപ്പിയാണ്. പക്ഷേ എൻ്റെ പാരൻസ് തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, എന്തെങ്കിലും തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ തിരിച്ചു വരാം, അവർ വീട്ടിലെ വാതിലെപ്പോഴും എനിക്കായി തുറന്നിടക്കുന്നു. ആ ഒരു കോൺഫിഡൻസിൽ എനിക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഹാപ്പി ആയിരുന്നു. ഇൻസ്പയർ ചെയ്തത് ആന്റിമാര് തന്നെയാണോ, അതോ എന്തെങ്കിലും വിശുദ്ധരോ എന്തെങ്കിലും പ്രത്യേക സാഹചര്യം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത്, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നോ? എൻ്റെ ആൻറ്റിമാരെ അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ മിഷനും എന്നെ ഇൻസ്പയർ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിരുന്ന എൻ്റെ ആൻറ്റി എപ്പോഴും ഷെയർ ചെയ്യുന്നു ഈ ഞങ്ങളുടെ കോൺഗ്രേഷനിലെ വിശുദ്ധ റഫാല മേരിയുടെ ജീവിതം, പിന്നെ ഞങ്ങളുടെ കോൺഗ്രേഷനിലെ മിഷൻ. എനിക്കൊരു ഇൻസ്പിറേഷനായിരുന്നു. ചെറുപ്പത്തിൽ ആഗ്രഹമുണ്ട് ഏതെങ്കിലും ഒരു കോൺവെൻറ്റിൽ കയറണം, ഹാബിറ്റുള്ള കോൺവെൻറ്റിൽ കയറണം, സിസ്റ്റർമാരാകണം ഉണ്ട്. പക്ഷേ കൂടുതലും ഈ കോൺഗ്രേഷനെ അടുത്തറിഞ്ഞപ്പോഴേക്കും എനിക്ക് താല്പര്യം ഈ ഒരു ജീവിതത്തിലെടുത്ത് തിരഞ്ഞെടുക്കാനായി. ഈ കോൺഗ്രേഷനിൽ എന്ത് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉണ്ടാവുമോ? ഈ ഒരു കോൺഗ്രേഷനിൽ ബാക്കിയുള്ള കോൺഗ്രേഷൻ, ഇത്രയും കോൺഗ്രേഷൻ ഉണ്ടായിട്ട് ഇത് തന്നെ ചൂസ് ചെയ്യണം എന്ന് മനസ്സിൽ തോന്നാൻ ഇവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ സിസ്റ്റേഴ്സ് ഹാപ്പിയാണ്, ജോയ്ഫുൾ. അവരുടെ ഫേസിൽ തന്നെ കാണാം, അവരുടെ റിലേഷൻഷിപ്പ് നമുക്ക് ഫീൽ ചെയ്യും. അവർ വ്യത്യസ്തരാണ്, ഏറ് പിടിച്ചു നിൽക്കുന്ന സിസ്റ്റേഴ്സ് അല്ല. പിന്നെ അവർ മനസ്സറിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കും. പിന്നെ ഞങ്ങളുടെ മിഷൻ, ഞങ്ങൾക്ക് ഇവിടെ സ്പെഷ്യൽ സ്കൂളാണ് കേരളത്തിലും ബോംബെയിലും. അതോടൊപ്പം ഞങ്ങളുടെ സിസ്റ്റേഴ്സ് മഹാരാഷ്ട്രയിൽ റായ്ഗഡ് എന്ന ഡിസ്ട്രിക്റ്റിൽ ട്രൈബൽ പീപ്പിൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ആദിവാസി പിള്ളേർ അവിടുത്തെ ചൈൽഡ് മാരേജിനൊക്കെ വേണ്ടി ഒത്തിരി പ്രൊട്ടസ്റ്റ് ചെയ്ത് അവിടുത്തെ എഡ്യൂക്കേഷന് വേണ്ടി ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വ്യത്യസ്തമാണ് നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ. അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ഈ ഒരു കോൺഗ്രേഷൻ ഒത്തിരി ഇഷ്ടമായത്. സിസ്റ്ററിന് അങ്ങനെ പുറത്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? ലൈക്ക് അങ്ങനെ ട്രൈബൽ ഏരിയയിൽ പോയി വർക്ക് ചെയ്യണം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു ആദ്യമേ? ചെറുപ്പത്തിൽ അങ്ങനെ മൈൻഡിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല, എന്നാലും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ ആദിവാസികളോടൊപ്പം ഒരു വ്യത്യാസമാണല്ലോ, ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസം ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് 2 ചാൻസ് കിട്ടിയിട്ടുണ്ട്, ഇവിടെ വർക്ക് ചെയ്യാനും ഭിന്നശേഷിക്കാരോടൊപ്പം കുറച്ച് നാൾ ട്രൈബൽ പീപ്പിളൊപ്പം വർക്ക് ചെയ്യാൻ താല്പര്യം ചാൻസ് കിട്ടിയിട്ടുണ്ട്. സിസ്റ്റർ വേറെ ഒരുപാട് സഭകളുണ്ട്, അതായത് പഠിപ്പിക്കുന്ന മിഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ സഭേനെ പറ്റി കേട്ടപ്പോൾ അമ്മച്ചിയുടെ പ്രതികരണം എന്തായിരുന്നു? ഇതിനകത്ത് പോണതിൽ സന്തോഷമായിരുന്നു. കാരണം ഇവിടെ എൻ്റെ ഒരു അനിയത്തി ഉണ്ട് ഈ സഭയിൽ. അപ്പോൾ വേറൊരു അനിയത്തി CTC-യിലുണ്ട്. അവൾക്ക് 3 വർഷം കൂടുമ്പോ വീട്ടിൽ വരാൻ പറ്റുള്ളൂ. ഈ സഭയിൽ വർഷത്തിൽ 15 ദിവസം നമുക്ക് ലീവ് ഉണ്ട്. അപ്പൊ 15 ദിവസം എൻ്റെ മോളെ കാണാല്ല എന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ അന്ന് ഇതിനകത്ത് ചേരി, അമ്മച്ചിക്ക് കൊല്ലത്തിൽ മോനെ എനിക്ക് 15 ദിവസം കാണാം, എനിക്ക് എൻ്റെ മോളെ 15 ദിവസം കാണാല്ല. അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായി. അപ്പോൾ അപ്പച്ച അമ്മച്ചി നിങ്ങളുടെ അടുത്ത് നിന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷം. ഇത് ഒരുപാട് പാരൻസിനെ ഇൻസ്പയറിങ് ആവുന്നൊരു സംഗതിയാണ്. അതായത് പ്രത്യേകിച്ച് പച്ചയായ സത്യമാണ്. അതായത് ആദ്യം മോളിൽ നിന്ന്, അതായത് സ്വന്തം മകളിൽ നിന്ന് വേർപെടുമ്പോൾ ഒരു ചെറിയൊരു സങ്കടമുണ്ട്. പക്ഷെ അത് എത്രത്തോളം, അത് പിന്നീട് അത് എത്രത്തോളം ഹാപ്പി ആയി മാറുന്നു, അതായത് ഒരു ഹാപ്പിനെസ്സിലേക്ക്, ഒരു ഹാപ്പി എൻഡിങ് അത് എത്രത്തോളം ആകുന്നുള്ളത് നിങ്ങളുടെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചു. സിസ്റ്റർ ആണെങ്കിലും നന്നായിട്ട് സഹകരിച്ചു. ഒരുപാട് നന്ദി. താങ്ക് യു ടു യു.
നമ്മോടൊപ്പം ഈ നിമിഷം ഉള്ളത് സിസ്റ്റർ ആഷ്നയാണ്. സിസ്റ്റർ സ്നേഹനിലയത്തിലെ ഒരു അധ്യാപിക കൂടിയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് സിസ്റ്ററിൻ്റെ അടുത്ത് തന്നെ കേൾക്കാം. എൻ്റെ വീട് വൈപ്പിനടുത്ത് മാനാട്ടുപറമ്പ് എന്ന സ്ഥലത്താണ്. എൻ്റെ വീട്ടിലെ അപ്പച്ചൻ, അമ്മച്ചി, അമ്മാമ്മ പിന്നെ അനിയനാണ് ഉള്ളത്. അമ്മച്ചി ലാബ് ടെക്നീഷ്യനാണ്, അപ്പച്ചൻ ബിസിനസ് ചെയ്യണതാണ്, അനിയൻ DP വേൾഡിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യണതാണ്. സിസ്റ്റർ പഠിച്ചിട്ടാണോ കന്യാസ്ത്രീ അതോ നേരെ 12ാം ക്ലാസ് കൊണ്ട് ജോയിൻ ചെയ്യുമായിരുന്നു? ഞാൻ 12th കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യണത്. സിസ്റ്റർ എങ്ങനെയാണ് ഈ ഒരു ദൈവവിളി ചൂസ് ചെയ്തത്? ചെറുപ്പം മുതലേ മൈൻഡിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ അതോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് ചൂസ് ചെയ്തതാണോ? സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല സിസ്റ്റർ ആകാൻ. ചെറുപ്പം മുതലേ ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല സിസ്റ്റർ ആകാൻ. പിന്നെ 12th ആയപ്പോഴാണ് അതിനെക്കുറിച്ച് എന്താ റിയലി റിലീജിയസ് ലൈഫ് എന്ന് അറിയണത് അപ്പോഴാണ്. അതിനു മുമ്പല്ലാതെ എനിക്കൊരു സിസ്റ്റർമാർ വരും കാണും, പക്ഷേ ഞാൻ പറയുമായിരുന്നു ആരൊക്കെ ജോയിൻ ചെയ്താലും ഞാൻ ഇത് ജോയിൻ ചെയ്യൂല എന്ന് പറയുമായിരുന്നു. അവരൊന്ന് പറയുമായിരുന്നോ വാവാന്ന് പറഞ്ഞേ? കുറെ പേര് എന്നോട് പറയുമായിരുന്നു മോളെ കണ്ടു കഴിഞ്ഞാൽ ഒരു സിസ്റ്റർ ഒരു റിലീജിയസ് ലൈഫിലോട്ട് പോകും എന്ന് പറഞ്ഞാൽ. പക്ഷേ ഞാൻ എപ്പോഴും ഒഴിഞ്ഞു മാറുമായിരുന്നു. ഞാൻ അങ്ങനെ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. പള്ളിയിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. ഈവൻ എൻ്റെ അമ്മച്ചിയൊക്കെ ഭയങ്കര ആക്റ്റീവാണ് പള്ളിയിൽ. അപ്പോൾ അത് കാരണം ഞാനും അതിൻ്റെ ഒപ്പം തന്നെ അപ്പോൾ പിന്നെ ഡാൻസ് ഗ്രൂപ്പിലായാലും പ്രൊഫഷണലായിട്ട് ഞാൻ ഡാൻസ് പഠിച്ചേക്കണ കാരണം അപ്പോൾ അതിലായിരുന്നു മെയിനായിട്ട് കോൺസെൻട്രേഷൻ പോയിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ വന്ന് പറയുമ്പോൾ അവോയ്ഡ് ചെയ്യാനാണ് നോക്കിക്കൊണ്ടിരുന്നത് വെച്ചത്. പക്ഷേ 9th ഉം 10th ഉം എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. ആ സമയത്ത് ഞാൻ കടന്നുപോയ ഡിഫിക്കൽട്ടീസ് അതാണ് എന്നെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. ആ സിറ്റുവേഷൻസ് ഞാൻ ഒറ്റയ്ക്കാണ് നേരിട്ടതെന്ന് പറയാം. ആരും ഉണ്ടായിരുന്നില്ല. ഈവൻ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു എനിക്ക് വേണ്ടി. അത് ഒരു സ്കൂൾ ഷിഫ്റ്റായിരുന്നു. 8 വരെ ഒരു സ്കൂളിൽ പഠിച്ചതിന് പിന്നെ 9ഉം 10ഉം വേറെ ഒരു സ്കൂളിൽ പഠിച്ചപ്പോൾ അതിൻ്റെ ഡിഫിക്കൽട്ടീസ് കുറേ ഫേസ് ചെയ്തായിരുന്നു. അപ്പോൾ അതാണ് എന്നെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. പക്ഷെ എന്നാലും സിസ്റ്റർ ആകാനുള്ള ആഗ്രഹം അപ്പോഴും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഫേസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ 11th 12th ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. സെൻറ്റ് മേരീസിലാണ് ഞാൻ പഠിച്ചത്. അവിടെ വെച്ച് എക്സാമിൻ്റെ തലേ ദിവസം ഒരു ധ്യാനം ഉണ്ടായിരുന്നു. ആ ധ്യാനത്തിൽ വന്ന ബ്രദർ ഞങ്ങൾക്ക് എക്സാമിൻ്റെ പ്രിപ്പറേഷനായിട്ട് വേണ്ടിയാണ് ധ്യാനം എടുക്കാൻ വന്നത്. പക്ഷേ ആ അന്തരീക്ഷം കണ്ടിട്ട് ബ്രദറിന് ദൈവവിളിയെ കുറിച്ച് പറയാൻ തോന്നിയെന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് അവിടെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും എന്നെ നോക്കിയാ പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഞങ്ങൾ ഭയങ്കര തമാശയ്ക്ക് ജോലി അടിച്ചിരിക്കണായിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എന്നെ നോക്കി എന്നെക്കുറിച്ച് എൻ്റെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഞാൻ ഡിസ്റ്റർബ്ഡ് ആണ് കുറേ, പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റണ്ടായിരുന്നില്ല. നമുക്ക് വേണ്ടി പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ഇതായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് പോയപ്പോൾ ആ ബ്രദർ എൻ്റെ അടുത്ത് ഓടി വന്നായിരുന്നു. മോനോട് പേഴ്സണലായിട്ട് കാര്യമൊന്ന് പറയാമെന്ന് വെച്ചാൽ വന്നത്. അത് എന്നെ കണ്ടപ്പോൾ സിസ്റ്റർ ആകാൻ പോണോ അങ്ങനെ ഒരു ഇതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചുകൂടെ എന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ആ സമയമാണ് എനിക്ക് ശരിക്കും ഒരു ഫീൽ ഉണ്ടായത്. ലൈക്ക് സിസ്റ്റർ ആകണം. എല്ലാം ഇപ്പോൾ 3-4 പേരായി കണ്ടിന്യൂസ് ആയിട്ട് പറയണത്. പിന്നെ അതാണ് മെയിനായിട്ട് എന്നെ കൊണ്ട് ചിന്തിച്ചത്. എന്ന് വെച്ചാൽ എക്സാം കഴിഞ്ഞ് ഓൾറെഡി ഞാൻ നഴ്സിങ്ങിന് പോകാൻ വേണ്ടി പ്രിപ്പയർ ആയിട്ട് നിൽക്കണ സമയമാണ് എല്ലാം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒന്നും തീരുമാനിച്ചില്ല. ഞാൻ വീട്ടിൽ ചെന്ന് അമ്മച്ചിനോട് പറയും. പക്ഷെ അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ സിസ്റ്റർ ആകും എങ്ങനെ. പക്ഷേ എപ്പോഴും ഞാൻ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളുടെ പാരീഷ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയാണ്. എപ്പോഴും ചെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്താണ് എന്നെക്കൊണ്ട് എന്താണ് അങ്ങേക്ക് വേണ്ടതെന്ന് എപ്പോഴും ചോദിക്കുമായിരുന്നു. പിന്നെ അപ്പച്ചനൊക്കെ ഭയങ്കര പ്രാർത്ഥനയാണ്. വീട്ടിലൊക്കെ ഭയങ്കര പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും. അപ്പോൾ പ്രെയർ ലൈഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ കുർബാനയ്ക്കിടയിലും കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഇത് ഉറപ്പ് കിട്ടണേണ്. നിൻ്റെ ജീവിതം എൻ്റെ കൂടെ ആയിരിക്കണം. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് കിട്ടി. പിന്നെ ഞാൻ അത് എക്സ്പ്രസ് ചെയ്തു. വീട്ടിൽ ആദ്യം സമ്മതിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു മോളുള്ളൂ, എനിക്ക് അനിയനാണുള്ളത്. അപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര എതിർപ്പായിരുന്നു ആദ്യം. അവർ പ്രതീക്ഷിച്ചു പോലുമില്ല ഞാനിങ്ങനെ പറയും. എന്ന് വെച്ചാൽ അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള കാരണം അത് അങ്ങനെ പോണേയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കോൺഗ്രിഗേഷൻ ഉള്ളത്, ഹാൻഡ് മെയ്ഡ്സ് ഓഫ് ദ സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ്. പക്ഷേ ഞാൻ ഇതുവരെ സിസ്റ്റർമാരുടെ അടുത്ത് പോകൂല, അങ്ങനെ അത്ര വർത്താനം പറയാനൊന്നും ശ്രമിക്കില്ലായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മനസ്സിലായി, അവർക്ക് അറിയാം ശരിക്കും എനിക്ക് ദൈവവിളി ഉണ്ട്.
അപ്പോൾ പിന്നെ സിസ്റ്റർമാർ വന്ന് സംസാരിക്കുമായിരുന്നു. പക്ഷെ ഒരു ആവശ്യത്തിന് ഞാൻ അങ്ങോട്ട് പോകാറുണ്ടായിരുന്നില്ല, മീൻസ് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം. പക്ഷെ ഇതിന് സിസ്റ്ററോട് ചെന്ന് എന്നിട്ട് ഞാൻ ചെന്ന് തന്നെ പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ സിസ്റ്റർ ആകാൻ പോകാൻ. പക്ഷേ എന്നിട്ട് സിസ്റ്റർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് നിന്നായിരുന്നു, അച്ഛൻ്റെ അടുത്ത് നിന്ന് കാര്യം പറഞ്ഞായിരുന്നു ഇങ്ങനെ ആഗ്രഹമുണ്ട് ജോയിൻ ചെയ്യണമെന്ന്. പക്ഷേ അച്ഛൻ എന്നോട് പറഞ്ഞു നീയോ സിസ്റ്റർ ആകാൻ പോണത്, പോയി കഴിഞ്ഞാൽ എന്താകുമെന്ന് അറിയില്ല. പക്ഷെ ലെറ്റർ ഒന്നും തന്നില്ലായിരുന്നു എനിക്ക്. ഒരാഴ്ച എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ചിന്തിച്ചിട്ട് എന്താന്ന് വെച്ചാൽ പറഞ്ഞു എന്താന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു, അങ്ങനത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും അങ്ങനെ ചോദിക്കാൻ നീയോ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാൻ എന്താ അത്രയും കാരണം? അതെന്ന് വെച്ചാൽ ഭയങ്കര നോട്ടിയായിരുന്നു ഞാൻ. പള്ളിയിലായാലും എല്ലാ കാര്യത്തിലും ഉണ്ട്. പിന്നെ മോസ്റ്റ്ലി ഡാൻസിലായിട്ടായിരുന്നു കൂടുതൽ. അപ്പോൾ ഒരു ഡാൻസ് കളിച്ച് നടക്കുന്ന കുട്ടി എങ്ങനെയാ സിസ്റ്റർ ആകാൻ പോണത് ഒരു സുപ്രഭാതത്തിൽ എന്ന് പറഞ്ഞാൽ. പിന്നെ അതിൻ്റെ ഇടയ്ക്കായിരുന്നെങ്കിൽ ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നു എനിക്ക് താല്പര്യമുണ്ട്. ഇത് പെട്ടെന്ന് സുപ്രഭാതത്തിലാണ് ഇത് പറയണത്. അപ്പോൾ എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല. പള്ളിയിൽ വരും ഭയങ്കര ആക്റ്റീവാണ്, അവർക്കറിയാം. പക്ഷേ ഈ ആഗ്രഹം എങ്ങനെ ഉണ്ടായി അത് അപ്പം അതൊക്കെ ആണ് അച്ഛനെ കൊണ്ട് അങ്ങനെ ചോദിക്കാൻ കാരണം ഉണ്ടാക്കിയത്. അത് നമുക്ക് അല്ലെങ്കിലും അങ്ങനെ തോന്നണ്ടോ? ഇങ്ങനെ ഈ മിണ്ടാതിരിക്കുന്ന ആൾക്കാരാണ് എപ്പോഴും കന്യാസ്ത്രീയാൻ പോകേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ ഭയങ്കര ഇങ്ങനെ നല്ല ചാടി തുള്ളി ഡാൻസ് ഒക്കെ കളിച്ച് എല്ലാം ആക്റ്റീവ് ആവുന്ന ആൾക്കാർ സിസ്റ്റർ ആവാനോ? അതൊക്കെ ഭയങ്കര മിണ്ടാതിരിക്കുന്ന ആൾക്കാർക്കുള്ള പണിയല്ലേ? അങ്ങനെ തോന്നുന്നവർക്ക് സിസ്റ്ററുടെ അഭിപ്രായം എന്താ? ഞാൻ പറയും അങ്ങനെ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. എവിടെന്നാ ദേവിളി വന്നെന്ന് എൻ്റെ ലൈഫ് തന്നെയാണ് എക്സാമ്പിൾ. ആരും വിചാരിച്ചില്ല ഞാൻ പോകുമെന്ന്. അപ്പോൾ എല്ലാവരും ചോദിക്കുമായിരുന്നു എങ്ങനെ സർവൈവ് ചെയ്തത് അവിടെ. ഞങ്ങളൊക്കെ വിചാരിച്ചു മതിലൊക്കെ ചാടി പുറത്തോട്ട് വരുമെന്ന് വിചാരിച്ചായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ശരിക്കും റിയലി ഞാൻ എൻജോയ് ചെയ്യണ ലൈഫ്. ഇവിടെ വന്നു കഴിഞ്ഞ് റിയലി എനിക്കറിയില്ലായിരുന്നു ഈ സിസ്റ്റർമാർ ഇങ്ങനെ സ്പെഷ്യൽ ചിൽഡ്രന് വേണ്ടിയാണ് വർക്ക് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എനിക്കൊരാഗ്രഹം തോന്നി, അപ്പോൾ അവിടെ ജോയിൻ ചെയ്തു. പിന്നെ ആ സമയത്ത് തന്നെയായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ നഴ്സിങ്ങിന്. സെയിം ഡേ ഇവിടെ ക്യാമ്പും അവിടെ ഇൻ്റർവ്യൂ. ഏതിന് പോകും അത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ ഒരു നിമിത്തം പോലെയാണ് എല്ലാം വന്നത്. എനിക്ക് പറയാനുള്ള ഗഡ്സ് ഉണ്ടായത് ഞാൻ അവിടെ പോണില്ല, ഇവിടെ ക്യാമ്പിന് വരണം, ഇവിടെ വന്ന് പിള്ളേരെയൊക്കെ കണ്ട്. അപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ജോയിൻ ചെയ്യാൻ, ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അതായിരുന്നു ഭയങ്കരമായിട്ടും ഇൻസ്പയർ ചെയ്തത്. പിന്നെ അഡറേഷനാണ് ഇൻസ്പയർ. ഇവിടെ 1 മണിക്കൂർ ആരാധനയുണ്ട് എല്ലാ ദിവസവും, സിസ്റ്റർമാർക്കും എല്ലാവർക്കും ചെയ്യണം. അപ്പോൾ അതാണ് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്തത്. ഈശോയ്ക്ക് വേണ്ടി എനർജറ്റിക് ആയിട്ട് പ്രവർത്തിക്കുക, അങ്ങനെ ഒരു വലിയൊരു കൺക്ലൂഷനാണ് സിസ്റ്റർ നിങ്ങൾക്ക് തന്നത്. സിസ്റ്ററെ താങ്ക്സ് എ ലോട്ട്.